ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. നമ്മുടെ നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ വകുപ്പ് അത് എത്രത്തോളം നമ്പർ വൺ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വരുന്ന ന്യൂസുകളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരാൾക്ക് ഇതുപോലെ സർജറി കഴിഞ്ഞു. സർജറിക്ക് ശേഷം കത്രിക വയറ്റിൽ വെച്ച് മറന്നുപോയി. എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് നമുക്കൊരു ഉത്തരവില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് പ്രതിഷേധങ്ങൾ ഉയർത്തണമെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അങ്ങ് യു പിയിലോ ബീഹാറിലോ ഒക്കെ ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തുള്ളൂ. പിന്നെ ഈ നമ്പർ വൺ കേരളം എന്ന് നമ്മൾ എപ്പോഴും പറയും. നമുക്ക് പിന്നെ കേരളം എപ്പോഴും നമ്പർ വൺ ആണ് എന്ന് പറഞ്ഞതിൽ അഭിമാനമാണ് ഉള്ളത്. പക്ഷേ ഈ നമ്പർ വൺ ആരോഗ്യ വകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നടക്കുമ്പോൾ നമ്മളത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും പിന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളും പിന്നെ നമ്മൾ ഈ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഒരു മാസം വാർത്തക്കാരൊക്കെ അതിനെ മാക്സിമം പൊലിപ്പിച്ച് ഒരു ലെവലിലാക്കി നിർത്തും. ആ ഒരു മാസം കഴിയുമ്പോൾ അതിന്റെ ഒരു ഒരു എന്തൊരു മീഡിയയുടെ ഒരു ഇത് കുറയും. മീഡിയക്ക് അത് പിന്നെ കൊണ്ടു നടക്കാൻ അപ്പുറത്തേക്കിന് അവർക്ക് അടുത്ത വാർത്ത വരും. അതിന്റെ ഒരു ഇത് കുറയുമ്പോഴത്തേക്കിന് സംഭവിക്കുന്ന ഒരു കാര്യം, അത് കഴിഞ്ഞ് കുറച്ച് നാളോട് കഴിയുമ്പോൾ അതേപോലെ മറ്റൊരു സംഭവം കൂടി വീണ്ടും ഉണ്ടാകും. അപ്പൊ അതിന് മേലെടുക്കുന്ന നടപടികളൊന്നും പിന്നീട് ചർച്ചയാകാറില്ല, ഒന്നും ഉണ്ടാകാറില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ഒരു ഇഷ്യൂ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. കെട്ടിടം തകർന്നു വീണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കെട്ടിടം തകർന്നു വീണ് ഒരു യുവതി മരിക്കുന്നു. അപ്പം ഭരിക്കുന്നവർ പറഞ്ഞത് അത് പണ്ട് ഭരിച്ചിരുന്നവര് കാലത്ത് പൊളിയാറായി കിടന്ന കെട്ടിടമാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഭരിക്കുന്നവരുടെ കടമയാണ് അങ്ങനെ പൊളിയാറായിട്ടൊരു കെട്ടിടം ഉണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റുക എന്നുള്ളത്. പിന്നെ ഒരു സ്ത്രീ അവരുടെ ഡെലിവറിക്ക് ശേഷം വയറ്റില് പഞ്ഞി മറന്നു വെക്കുക, ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റുക, ചികിത്സ കിട്ടാണ്ട് ഒരാള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുക. പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടതാണ്, ഒരാൾക്ക് അറ്റാക്ക് വന്നിട്ട് ഒരു പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാണ്ട് അയാളെ പറഞ്ഞു വിടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പം ഈ ഒരു ആരോഗ്യ വകുപ്പ് എത്രത്തോളം പരാജയമാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് നേരെ ഇപ്പൊ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്, അതുപോലെ തന്നെ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊന്നും നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല. നമ്മളൊരു മന്ത്രിക്ക് റെസ്പെക്ട് കൊടുക്കണം. പക്ഷേ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ മന്ത്രി തന്നെ ഒന്ന് ചിന്തിക്കണം, എന്തുമാത്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. നമ്മൾ ഈ നമ്പർ വൺ കേരളമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്പർ വൺ ആരോഗ്യ വകുപ്പാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവൃത്തിയിലൂടെ വേണം അത് കാണിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ എന്താണ് ഇതിനുള്ളൊരു ബുദ്ധിമുട്ട് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഈ സിസ്റ്റത്തിന് അവർക്ക് ഈ ഗവൺമെന്റിനെ ഇത് നോക്കിയും കണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്താണെന്നാണ് മനസ്സിലാത്തത്. സാമ്പത്തികമാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സ്റ്റാഫിനെ ഒരു ഹോസ്പിറ്റലിൽ അഡീഷണൽ ആഡ് ചെയ്താൽ ഒരു മാസം ഒരു 12,000 വെച്ച് ആൾക്ക് ശമ്പളം കൊടുത്താൽ പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കട്ടില് മേടിച്ച പൈസയെ ഒരു വർഷത്തെ അവരുടെ ശമ്പളം ആകുന്നുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിലുള്ള ഏത് ഹോസ്പിറ്റലുകളിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും സ്റ്റാഫുകളുടെ എണ്ണം വളരെ കുറവാണ്. ഡോക്ടർമാരാണേലും നഴ്സുമാരാണേലും അല്ലെങ്കിൽ അറ്റൻഡന്റുമാരാണേലും സ്റ്റാഫിന്റെ എണ്ണം തീരെ കുറവാണ്. അപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് അല്ല, കോട്ടയത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അത്യാവശ്യം നല്ല ആളുകളൊക്കെ വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അനുഭവം, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടാണ് പോയത്. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് എനിക്കും എൻ്റെ ഷോൾഡറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെന്നത്. എൻ്റെ കൂടെ വന്ന ആൾക്ക് കാലിന് ചെറിയൊരു നീര് പോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നടക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഞങ്ങൾ ഒ പി ടിക്കറ്റ് എടുത്ത് ചെന്നപ്പം, ഞാൻ ഇതിനു മുമ്പ് ആ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആളാണ്. അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പോൾ പുതിയൊരു ഡോക്ടറാണ്. അപ്പൊ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, പോയി എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പം ഞാൻ എക്സ്റേ എടുക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിന്റെ അവിടെ എല്ലാം തപ്പി നടക്കുകയാണ് നമ്മൾ. അവിടെ നമുക്ക് ഇതൊന്ന് ഇല്ല, എവിടെയാണ് ഇത് എടുക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരാൻ പോലും ഒരു സെക്യൂരിറ്റിയെ പോലും ഞാൻ അവിടെ കണ്ടില്ല. പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അന്നത്തെ ദിവസം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ എക്സ്റേ എടുക്കാൻ വേണ്ടി ഞാൻ തപ്പി ചെന്നപ്പോഴത്തേക്കിന് എക്സ്റേ അന്നില്ല. ഞാൻ തിരിച്ച് വീണ്ടും ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എങ്ങനെ എക്സ്റേ ഇവിടെ ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, പുറത്ത് എവിടെയെങ്കിലും പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പുറത്ത് പോയി നോക്കി, പുറത്തെങ്ങും ഞാൻ എക്സ്റേ എടുക്കുന്നതെന്ന് കണ്ടില്ല. സൺഡേ ആയിരുന്നു, അന്ന് അവധിയായിരുന്നു കാണാം. അപ്പൊ ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പം ഒരാൾ പെട്ടെന്ന് കൈയൊടിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എക്സ്റേ എടുക്കുന്നത് അവധിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആൾക്ക് അവിടെ ചികിത്സ കിട്ടത്തില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. പിന്നെ എന്തിനാണ് ഇത് ഇവിടെ തുറന്നു വെച്ചിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതാണ് പ്രധാനപ്പെട്ട കാര്യം.
എന്റെ കൂടെ വന്നയാള് അപ്പൊ ഈ ഡോക്ടർക്ക് ഭയങ്കര ധൃതിയാണ്, എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടായിരിക്കും ആള് ധൃതി കൂട്ടുന്നത്. ഭയങ്കര ക്യൂ ആണ് ഡോക്ടറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ. അവൻ പറഞ്ഞപ്പോ എന്താണ് അസുഖം? കാലിന് വയ്യ. എന്നാൽ അടുത്ത് കസേരയിലൊന്നും ഇരിക്കാൻ പോലും അവനോട് പറഞ്ഞില്ല. കാലിന് വയ്യ എന്ന് പറഞ്ഞപ്പം എന്താ നിന്റെ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നടക്കുമ്പം ചെറിയൊരു വേദനയുണ്ട്. എന്നാ നീ നടക്കണ്ട, നീ കുറച്ചു നേരം ഓടാനാണ് പുള്ളി പറഞ്ഞ മറുപടി. അപ്പൊ അവൻ പറഞ്ഞു ഡോക്ടർ നോർമലി നടക്കുന്നതിന് കുഴപ്പമില്ല, കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്ക് കാലിന് ഇത് നീര് പോലെ ഉണ്ട്, ചെറിയ പ്രശ്നമുണ്ട്. അതാ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ നടക്കണ്ട, നീ ഓടിയാൽ മതി, നിന്നെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവന്റെ കാല് പുള്ളി പരിശോധിച്ചില്ല. അവൻ നടന്നു വരുന്നത് കണ്ടപ്പോ പുള്ളിക്ക് ഇനി ഒരു കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാകാം ഇനി അങ്ങനെ പറഞ്ഞത്. എന്തായാലും അവനെ ഒന്ന് പരിശോധിക്കുക പോലും ചെയ്തില്ല. ആ എടുത്ത OP ടിക്കറ്റുമായിട്ട് ഞങ്ങൾ തിരികെ മടങ്ങുമായിരുന്നു. കാരണം എനിക്ക് വന്ന ചികിത്സ അവിടെ കിട്ടിയില്ല. കാരണം എനിക്ക് എക്സ്റേ എടുക്കാൻ സാധിച്ചില്ല. എന്റെ ഷോൾഡറിന്റെ ഇവിടെ വേദന ഉള്ളത് കൊണ്ട് ഞാൻ പിന്നീട് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതെന്റെ ഒരു അനുഭവമാണ്. ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായ മറ്റൊരു അനുഭവമാണ്. ഞാൻ അവിടെ വേറൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ അത് നല്ലൊരു ഡോക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്നെ ചികിത്സിച്ചു. എന്നിട്ട് എനിക്കൊരു മരുന്ന് കുറിച്ച് തന്നു. ഞാൻ ഈ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഫാർമസി ചെന്നപ്പോൾ ഉണ്ടായ സംഭവം വെച്ചാല് നീണ്ട ക്യൂ ആയിരുന്നു ഫാർമസിയിൽ. നീണ്ട ക്യൂ വെച്ചാൽ മണിക്കൂറുകളോളം ഞാൻ ക്യൂ നിന്നു എന്ന് തന്നെ വേണം പറയാം. ഒരു 1.5 മണിക്കൂർ അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നു. അതുപോലെ ജനങ്ങൾ വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഒരു കൗണ്ടറിൽ മാത്രമാണ് മരുന്ന് കൊടുക്കുന്നത്. ഞാൻ ഈ ക്യൂ എല്ലാം നിന്ന് കൗണ്ടറിന്റെ അവിടെ എത്തി എന്റെ ചീട്ട് കൊടുത്തപ്പോഴാണ് പറഞ്ഞത്, ഈ മരുന്ന് ഇവിടെ ഇല്ല, പുറത്തു പോയി മേടിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ കരച്ചിലാണോ വന്നത്, സങ്കടമാണോ വന്നതെന്ന് അറിയില്ല. നമ്മൾ അത്രയും നേരം ക്യൂ നിന്നിട്ട് അതിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിന്, ഫാർമസിയിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് മരുന്നില്ല എന്നറിയുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ അവിടെ നിന്നവരെല്ലാം പറഞ്ഞു കഷ്ടമുണ്ട്, ഇത്രയും നേരം ക്യൂ നിന്നിട്ട് നമുക്ക് മരുന്ന് കിട്ടിയില്ല. പോയി കുഴപ്പമില്ല, നമ്മൾ പുറത്തു പോയി മരുന്ന് മേടിച്ചു. അപ്പം അവിടെ കണ്ട ഞാൻ മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നതാണ് അവിടെ. ഈ അസുഖങ്ങളായിട്ട് വന്നവർക്ക് ഇത്രയും നേരം ക്യൂ നിൽക്കുമ്പോൾ അവരുടെയൊക്കെ മുഖത്തോട്ട് നമ്മൾ നോക്കുക, പനി വയ്യാഴികയൊക്കെയാണ്. എത്ര നേരം ക്യൂ നിന്നിട്ടാണ് അവർക്ക് മരുന്ന് കിട്ടുന്നത്. അതേസമയം ഇവരൊരു 2 സ്റ്റാഫിനെ കൂടെ അവിടെ അഡീഷണൽ ആഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 2 കൗണ്ടറും കൂടെ അവിടെ തുറന്നിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടാകത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ നാട്ടിൽ ജോലി ഇല്ലാണ്ട് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു ജോലിക്ക് ഒരു അവസരമാവും. നമ്മൾ ഈ ഗവൺമെന്റ് ദൂർത്തടിക്കുന്ന പൈസ മതി ഇതുപോലൊരു 10 ഹോസ്പിറ്റലിൽ സ്റ്റാഫുകളെ നിയമിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് പറഞ്ഞത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. അവർക്ക് അത് ഉള്ളവരെ കൊണ്ട് ഇതെങ്ങനെയും ഓടിക്കുക. പിന്നെ ഈ ചികിത്സാ പിഴവിനെ പറ്റി പറയുകയാണെങ്കിൽ, ചികിത്സാ പിഴവുകൾ സംഭവിക്കുമ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത്, അവർക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്ന് പറയുന്ന ഒരു സസ്പെൻഷനാണ്. ഡിസ്മിസിലൊക്കെ നമുക്ക് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന പോലും ഇല്ല ആരെയും ഇതിന്റെ ഒരു ചികിത്സാ പിഴവിന്റെ പേരിൽ ഡിസ്മിസ് ചെയ്തെന്ന്. ഈ ഒരു സസ്പെൻഷൻ കൊണ്ട് അവർക്കൊന്നുമില്ല. 6 മാസം സസ്പെൻഷൻ ആണെന്ന് 6 മാസം കഴിയുമ്പോൾ അവർ വീണ്ടും സർവീസിലേക്ക് കയറും. പക്ഷെ അത് അനുഭവിക്കുന്നവർക്കാണ് പിന്നീട് അവരുടെ ആജീവനാന്തകാലമാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇവര് ഒരു സസ്പെൻഷൻ മാറി ഒരു ഡിസ്മിസലിലേക്കൊക്കെ പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ കാര്യം, ഇപ്പൊ ഈ ഗവൺമെന്റ് ഈ ഹോസ്പിറ്റലിൽ നിന്നല്ല, ഏത് മേഖലയായാലും യൂണിയൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ യൂണിയൻ അവരുടെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ, ആളുകൾ എന്ത് തോന്നിയാസം കാണിച്ചാലും അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അത് ഏത് യൂണിയനും, ഈ സർക്കാരിന്റെ യൂണിയൻ എന്നല്ല, ഏത് യൂണിയനാണെങ്കിലും അവരുടെ യൂണിയനുള്ള ആരെങ്കിലും എന്ത് തോന്നിയാസം കാണിച്ചാലും അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതും ഒരു ഘടകം തന്നെയാണ്. ഈ സസ്പെൻഷൻ അല്ലാണ്ട് ഡിസ്മിസലിലോട്ട് പോകാത്തതിന്റെ ഒരു ഘടകം തന്നെയാണ്. എന്തായാലും കേരളത്തിലെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. ഇപ്പൊ വേടൻ കഴിഞ്ഞ ദിവസം ഒരു ഷോയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇലക്ഷൻ വരുവാണ്, എല്ലാവരും നോക്കി വോട്ട് ചെയ്യണമെന്ന്. സത്യമാണ് പറഞ്ഞത്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നോക്കിയും കണ്ടും തന്നെ വേണം ഇനി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ആരോഗ്യ മേഖല കുറച്ചും കൂടെ ഉഷാറാകട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.